എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ്, ഹോട്ട് ഡോഗ്. പേര് കേട്ടിട്ട് എന്ത് തോന്നുന്നു? പേരും ഈ സ്നാക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. പക്ഷേ ഈ സ്നാക്സ് കഴിക്കാൻ കിടുവാണ്, ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു അര ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ജീരകപ്പൊടി, അര ടീസ്പൂൺ ചാറ്റ് മസാല, അര കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന. ഇത്രയും സാധനങ്ങൾ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അരയ്ക്കുമ്പോൾ അതിൽ 2 ക്യൂബ് ഐസും കൂടി ഇട്ടിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുക. ഇതാട്ടോ ഞാൻ ചട്നി അരച്ചു കൊണ്ടുവന്നതാണ്. ഇനി നമുക്കിതിലൊരു അരമുറി ചെറുനാരങ്ങ കൂടി പിഴിയാം. അപ്പൊ നമുക്ക് ഹോട്ട് ഡോഗ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഹോട്ട് ഡോഗ് ഉണ്ടാക്കാൻ വേണ്ട ബണ്ണുകൾ ഇങ്ങനെ നീണ്ട ബണ്ണ് കേട്ടോ. 2 ബണ്ണിനുള്ള അളവാണ് ഞാൻ ഏകദേശം പറയുന്നത്. 2 നീണ്ട ബണ്ണ്, ഒരു സവാള ചെറുതായി മുറിച്ചത്, ഒരു തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഗ്രീൻ ചട്നി, പിന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും, പിന്നെ മസാല കടല, അതാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഈ മസാല കടല മസാല പീനട്സ് പറഞ്ഞ് വരുന്നുണ്ട്. ഇതൊക്കെ റെഡി ആക്കണ ഒരു പണിയാണ് ഈ ഹോട്ട് ഡോഗിൽ കാര്യമായിട്ടുള്ളത്. റെഡി ആക്കി കഴിഞ്ഞാൽ ഒരു പണിയില്ല ഉണ്ടാക്കാൻ. ഇതാ ബണ്ണ് ഞാൻ ബട്ടറൊക്കെ ഇട്ട് നന്നായി ചൂടാക്കി കൊണ്ടുവന്നുണ്ട്. നന്നായി മുരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ നടുവിന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ ഉണ്ടാക്കിയത് ഒരു 1/2 കിലോ ടൊമാറ്റോ, അതിലൊരു കഷ്ണം, ഒരു ചെറിയ കഷ്ണം സവാള, കുറച്ച് ചുമന്ന മുളക്, കുറച്ച് കാശ്മീരി മുളക്, 2 ഇല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ടൊമാറ്റോ മുറിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. പിന്നെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് ഇടുക. ഞാനൊരു അതിലൊരു 1.5 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ച് അതിനെ അരിച്ച് ഒന്നും കൂടി തിളപ്പിക്കുക. തിളപ്പിച്ച് നന്നായി കുറുക്കിയിട്ട് ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗർ ഒഴിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് കെച്ചപ്പ് കേട്ടോ. ഇനി ഈ ബണ്ണിനെ ഇങ്ങനെ മുറിച്ചിട്ട് ആദ്യം നമ്മളെ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നിറയ്ക്കുക. ഈ ഉരുളക്കിഴങ്ങിൽ ഉപ്പിടണം കേട്ടോ, ഉപ്പിടാൻ മറക്കരുതേ. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ചട്നി ഇല്ലേ, ഗ്രീൻ ചട്നി നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. ഇനി നമ്മളെ സവാള മുറിച്ചത്, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. സവാള ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് സവാള ഇടാം. പിന്നെ ടൊമാറ്റോ മുറിച്ചതിടാം, പിന്നെ മല്ലിയില മുറിച്ചതിടാം. ഇനി നമ്മുടെ കടല നന്നായിട്ടിട്ട ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലയുടെ ഫ്ലേവർ. അപ്പോൾ ഈ കടല നന്നായിട്ടിടുക. പിന്നെ ടൊമാറ്റോ സോസ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അത്. അപ്പം ഇനി ഇതിനെ നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടുക. അപ്പം നമ്മൾ ഹോട്ട് ഡോഗ് ഇതാ റെഡി ആയി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യൂ കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഒരു വെറൈറ്റി ഐറ്റവുമായി വരുന്നത് വരെ ഗുഡ് ബൈ.